ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു വെയിലുള്ള ദിവസം, മഴയല്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിന്ന് മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് കാർ വാഷറൊക്കെ എടുത്ത് ഇറങ്ങിയതാണ്. മുറ്റത്ത് ആറിടാനൊക്കെ ഉണ്ട്, കുറേ ദിവസമായില്ല മഴ അടിച്ച് പെയ്യുന്ന. അതുകൊണ്ട് കുറച്ച് വെയിലൊക്കെ വന്നപ്പം ആറിട്ട് തുണിയൊക്കെ ഒന്ന് ഉണക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. അതാ രണ്ടാൾക്കാർ ഇരിക്കുന്നത് കണ്ടോ. ഇവരെ കഴിഞ്ഞൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, എന്നാലും ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരോട് അവരോട് കളിച്ചുകൊണ്ടിരുന്ന ഉമ്മ അവരെ കയറ്റിയിരുത്തിയതാണ്. അവരവിടെ ഇറങ്ങി കളിച്ചിട്ട് വെള്ളത്തിൽ കളിച്ചിട്ട് അങ്ങനെ വീണ്ടും അവർ പുറത്തിറങ്ങി. ഇന്ന് ഉസ്താദിന് ഫുഡ് കൊടുക്കേണ്ട ദിവസം കേട്ടോ. അങ്ങനെ ഇന്ന് ഉച്ചക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 നേരം ഉണ്ടാവലുണ്ട് എന്നും, പക്ഷെ ഇന്ന് ഉച്ചക്ക് ഒരു നേരമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളവിടെ മൊയിലാര് ചെലവ് എന്നൊക്കെ പറയും. ഞാൻ കുറച്ച് ക്ലവറാക്കി പറഞ്ഞതൊന്ന് വിചാരിക്കേണ്ട, ഫുഡ് കൊടുക്കാനുണ്ട് ഉച്ചയ്ക്ക് എന്നൊന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. അങ്ങനെ ചിലവിൻ്റെ ദിവസമാണെന്ന്. അങ്ങനെ ഞാൻ ഇന്ന് സാമ്പാർ മതി എന്നൊക്കെ പറഞ്ഞല്ല, പച്ചക്കറി മതി എന്ന് പറഞ്ഞ് സാമ്പാർ ഞങ്ങൾ വിചാരിച്ചതാണ് സാമ്പാർ ഉണ്ടാക്കാമെന്ന്. പച്ചക്കറി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അതിനുള്ള പണികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് തൊലി കളഞ്ഞൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. അതിന് അരി ഇടാൻ അരി എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് ഞാൻ എടുത്തിടണം. അങ്ങനെ ഇന്നത്തെ ഇങ്ങനത്തെ ഒരു കലാപരിപാടികൾ കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ ഓരോന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ തുടങ്ങണം, എവിടുന്ന് തുടങ്ങണമെന്ന് അറിയില്ല. എന്നാലും ഇൻഷാ അള്ളാ ഞാൻ ചെയ്യും. അങ്ങനെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പാറിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ അതിപ്പോൾ കുക്കിംഗ് ചാനൽ മാത്രമായി പോകില്ലേ. അങ്ങനെ ഞാൻ അങ്ങനെ ഓരോന്ന് എടുക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ്. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തെടുത്തു. ഉമ്മ അപ്പുറത്തെ മക്കളായിട്ട് കളിക്കുന്നുണ്ട്. എപ്പോഴാണ് പൊട്ടിത്തെറിക്കുകയെന്നറിയില്ല രണ്ടാളും. അതുവരെ ഞാൻ അടുക്കളയിൽ നിൽക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കൽ. കുറേയൊക്കെ ഞാൻ ചെയ്യും, കുറേയൊക്കെ ഉമ്മ ചെയ്യും. രാവിലെ അധികം ഉമ്മ ആട്ടോ ചെയ്യൽ, എനിക്ക് നടക്കൂല. അങ്ങനെ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ സാമ്പാർ റെഡിയായി വന്നു എന്ന് തോന്നുന്നു. ചിലത് ശരിയാവും എന്ന് പറഞ്ഞോണം, ഇത് ശരിയായി വരുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഇനി ഉസ്താദ് കൂട്ടിയിട്ട് അറിയാം ബാക്കി റിസൾട്ട്. അങ്ങനെ തേങ്ങ വറുത്തരച്ചാണ് വെക്കുന്നത്. അങ്ങനെ അതൊക്കെ റെഡിയാക്കുകയാണ്. അതിനുള്ള വറവും കാര്യങ്ങളൊക്കെ. അങ്ങനെ തേങ്ങ ഇട്ടു. തേങ്ങ വറക്കണം, നല്ല ഡാർക്ക് കളറാക്കിയിട്ട് വറക്കുക കേട്ടോ. അങ്ങനെ ഡാർക്ക് കളറാക്കി വറുത്തെടുത്താൽ കേട്ടോ തേങ്ങ. അല്ലെങ്കിൽ സാമ്പാർ ഒരു നിറം ഉണ്ടാവില്ല, ഒരു നിറം കിട്ടൂല. അപ്പം നിറം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക്നെസ് കളറാക്കി, ഡാർക്ക്നെസ് ആകുമ്പോൾ ഒരു കറി കാണാനൊരു ഭംഗിയാണ്. അങ്ങനെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഓവർ കരിഞ്ഞു പോയ ടേസ്റ്റ് വേറെ മാറും, അത് വേറെ കാര്യം. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഉപ്പേരി ഉണ്ടാക്കണം. ഉപ്പേരി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഞാൻ 2 ഉപ്പേരിയൊക്കെ ഉസ്താദുള്ളന്ന് വെക്കലുണ്ട് കേട്ടോ. പക്ഷേ അതൊക്കെ ഇങ്ങനെ ബാലൻസ് ആയി കിടക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ഉപ്പേരി തന്നെ കുറച്ച് തോനെ ഉണ്ടാക്കി. അങ്ങനെ അത് മതിയല്ലോ എന്ന് വിചാരിച്ച്, സാമ്പാറൊക്കെ ആണല്ലോ, അങ്ങനെ ഓവർ പച്ചക്കറി ആണ്ടല്ലോ വിചാരിച്ച് അങ്ങനെ അത് മാത്രമേ ഉണ്ടാക്കി. പയറുപ്പേരിയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ സാമ്പാർ ഇതാ തേങ്ങ വറുത്തരച്ചു. അത് തിളവെന്നുണ്ട്. അപ്പോഴേക്കും അപ്പുറത്തേക്ക് ഞാൻ ഉപ്പേരി മാറ്റി വെച്ചിട്ടുണ്ട്, അത് റെഡിയാക്കാനും. ഞാനിങ്ങനെ എൻ്റെ യുദ്ധക്കളത്തിൽ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ്. അങ്ങനെ എൻ്റെ ഒരുവിധം പണികളൊക്കെ ഞാനിങ്ങനെ അപ്പുറത്തുനിന്ന് തീർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ അരിയാനും മുറിക്കാനും ഒക്കെ ഉള്ളതൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. മീൻ വറുക്കാനുള്ളത് അതൊക്കെ ക്ലീൻ ചെയ്ത് അതൊക്കെ മസാല വരട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പപ്പടം പൊരിക്കാം. ഞാൻ ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ആണ്, ഞാൻ ചെറിയൊരു മടിച്ചിയാണ്. അതുകൊണ്ട് ഞാൻ ആ ചട്ടി തന്നെ ഉപയോഗിച്ച് എല്ലാം വേറെ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. എല്ലാം സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ, അതുകൊണ്ട് ആണ്. സ്വീറ്റ് ആകുമ്പോൾ നമ്മൾ ചട്ടിയൊക്കെ മാറ്റേണ്ടി വരിക. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഉമ്മ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് അധികം ഉണ്ടാക്കണം, കറി പച്ചക്കറി എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ആവിയിൽ ഉണ്ടാക്കാം. തൈര് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതുകൊണ്ട് ഞാൻ ആവിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചു. തേങ്ങയും തൈരൊക്കെ ഇട്ട് അതും റെഡിയാക്കി. ഇതാണ് എൻ്റെ യുദ്ധക്കളത്തിൽ ഞാൻ പോരാടി ഉണ്ടാക്കിയ എൻ്റെ ഇന്നത്തെ ഐറ്റം. അങ്ങനെ സാമ്പാറുണ്ട്, അവിയലുണ്ട്, പിന്നെ പയറുതോരൻ, മീൻ പൊരിച്ചത്, പപ്പടം, ചോറ്, പിന്നെ വെള്ളം. അങ്ങനെ എല്ലാം കൊടുത്തു.
അങ്ങനെ ഉച്ചക്ക് ഉസ്താദൊക്കെ പോയി കഴിഞ്ഞ് മക്കളൊക്കെ ഉറങ്ങി എണീറ്റ് കളിക്കാൻ ഇറങ്ങിയതാട്ടോ. ഞങ്ങൾ കുളിച്ച് കയറിയപ്പോഴേക്കും മക്കൾ എണീറ്റ്. പിന്നെ മക്കൾ വൈത്താലെ ഓടി കളിക്കുകയാണ്. ഇങ്ങനെ പുറത്തൊക്കെ നോക്ക് നല്ല മഴയൊക്കെ പോയി നല്ല ഉഷാറായിട്ടുണ്ട്. അങ്ങനെ മുറ്റമൊക്കെ ഒന്ന് ഉണങ്ങി പകുതിയെ ക്ലീൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ മുറ്റം. ഇനിയും ക്ലീൻ ചെയ്യാൻ ഒരുപാടുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു ഉച്ചക്കത്തെ സംഭവങ്ങൾ. എല്ലാം ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാം.